നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളെ നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ക്ഷമിക്കുക. അപ്പോൾ ഇന്നും പോകുന്നത് ഞാൻ നമ്മുടെ മട്ടാഞ്ചേരിയിലെ ജൂതത്തെരുവ് കാണാൻ വേണ്ടിയാണ്. അപ്പോൾ മട്ടാഞ്ചേരിയിലെ ജൂതത്തെരുവിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയാണ് ഇന്ന് ഈ വീഡിയോ ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ക്ലാസിക് ഇമ്പീരിയൽ എന്ന് പറഞ്ഞൊരു ബോട്ട് കിടപ്പുണ്ട് കേട്ടോ. ഡേ ക്രൂസിന് കൊണ്ടുപോകുന്നതാണെന്ന് തോന്നുന്നു. ഞാൻ നടന്ന് നമ്മളിപ്പോൾ വാട്ടർ മെട്രോ സ്റ്റേഷൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഹൈക്കോർട്ടിലുള്ള വാട്ടർ മെട്രോ സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടുന്ന് ഫോട്ടോ വെച്ച് പോയിട്ട് അവിടുന്ന് മട്ടാഞ്ചേരി പോകാനാണ് പ്ലാൻ. കൊച്ചിക്ക് ടിക്കറ്റ് എഴുതുന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് കൊടുക്കണം. ടാപ്പ് ചെയ്യുന്നത് ഞാൻ ഫോട്ടോ വെച്ച് ഇവിടെ ഇരിക്കണം തോന്നുന്നു. അപ്പോൾ ഫോട്ടോ വെച്ചിക്ക് പോകാൻ വേണ്ടി അങ്ങേറ്റം പോയിരിക്കണം. വീട്ടിൽ നിന്ന് അവർ ബോട്ടിലോട്ട് കയറ്റും. എന്നാലും ഇവിടെ ഇരിക്കാം. ഫോട്ടോ വെച്ചിക്കുള്ള എല്ലാം വിളിച്ചു തുടങ്ങി. നമുക്കുള്ള ബോട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നല്ലേ ഇവിടെയില്ലേ? ഇപ്പോൾ ദൈ കിടക്കുന്ന വാട്ടർ മെട്രോയിലാണ് നമ്മൾ ഫോട്ടോ വെച്ചിക്ക് പോകുന്നത്. ഇവിടെ ഇരിക്കാം. അപ്പോൾ നമ്മൾ സീറ്റ് കിട്ടും. എനിക്ക് ഇച്ചിരി തിരക്ക് കുറവുണ്ട്. വീക്കെൻഡാണെങ്കിൽ നല്ല തിരക്കാണ്. അത്യാവശ്യം ആളുകളുണ്ട് കയറാൻ വേണ്ടി. ഇപ്പോൾ ഹൈക്കോർട്ടിലുള്ള വാട്ടർ മെട്രോ സ്റ്റേഷനിൽ ടിക്കറ്റൊക്കെ എടുത്ത് വാട്ടർ മെട്രോയ്ക്കകത്ത് കയറിയിരുന്നു. നമ്മുടെ ബോട്ട് റിവേഴ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്ന് ഫോർട്ട് കൊച്ചിക്ക് പോകാൻ വേണ്ടി 40 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ഫോട്ടോ വെച്ച് ശേഷം വന്നിറങ്ങി ഇതിപ്പോൾ ഇവിടെ ചൈന വരെ കൊടുക്കുന്നു. ഇവിടെ എക്സിറ്റ് അടിക്കാം. അവിടെ വല വെക്കുന്നുണ്ട്, പക്ഷെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഫോട്ടോ വെച്ചിക്ക് പുറത്ത് വന്ന് ഇനി ഇവിടെ മട്ടാഞ്ചേരിക്ക് പോകണം. നോക്കാം എങ്ങനെ പോകണം. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ നിൽപ്പുണ്ട്. ഇവിടെ ഒരുപാട് ആളുകൾ നിൽപ്പുണ്ട്. എന്തൊരു വഴിയാണ് നോക്കാം. അപ്പോൾ ഞാൻ ഫോർട്ട് കൊച്ചിയിലുള്ള വാട്ടർ മെട്രോ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടുന്ന് മട്ടാഞ്ചേരിക്ക് പോകണം. മട്ടാഞ്ചേരിക്ക് ഒരു 2-2.5 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. നടന്നു പോകാനാണ് തീരുമാനം. പിന്നെ ഇങ്ങനെ വെറുതെ ഗൂഗിൾ നോക്കിയപ്പോഴത്തേക്കിന് ബസ്സുണ്ടെന്നിങ്ങനെ കാണിക്കുന്നത്. എനിക്ക് കൃത്യം അറിയത്തില്ല ബസ്സുണ്ടോ ഇല്ലെന്ന്.
അപ്പോൾ തൊട്ടപ്പുറത്ത് ബസ് സ്റ്റാൻഡുണ്ട്. അപ്പോൾ ആ ബസ് സ്റ്റാൻഡിൽ പോയി നോക്കാം ബസ്സുണ്ടോ ഇല്ലയോ എന്ന്. ബസ്സില്ലെങ്കിൽ നടന്നങ്ങ് പോകാനാണ് തീരുമാനം. അപ്പോൾ ഫോർട്ട് കൊച്ചിയുടെ വീഡിയോസ് നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഇട്ടേക്കാം, കയറി നോക്കുക. ഇവിടെ ഒരു ബസ് സ്റ്റാൻഡുണ്ട്, ഇവിടെ നോക്കാം ബസ് കിട്ടുമോ ഇല്ലയോ എന്ന് ചോദിച്ചോ. അല്ലെങ്കിൽ നടക്കാം, 2-2.5 കിലോമീറ്റർ ഉണ്ട് നടക്കാം. അപ്പോൾ ഞാനവിടെ ഒരു ചേട്ടനോട് ചോദിച്ചു, അപ്പം ബസ് ഫോർട്ട് കൊച്ചിക്ക് പോകുന്ന ഫോർട്ട് കൊച്ചിയും പോട്ടെ, ഫോർട്ട് കൊച്ചിയിൽ നിന്ന് മട്ടാഞ്ചേരിക്കുമുള്ള ബസ് ഇല്ല, വേറെ സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടെ നടക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ നല്ല ഓട്ടോ വിളിച്ച് പോകാനാണ് പറഞ്ഞത്. എനിക്ക് നടന്നു പോകാൻ എത്രയോ, ഇത് നോക്കട്ടെ എങ്ങനെ പോകാൻ പറ്റുമോ. ഓട്ടോ സ്റ്റാൻഡ് ഇവിടെ, ഇത് നമ്മുടെ ഫെറി സർവീസ് നടത്തുന്ന സ്ഥലം. ഇവിടെ നമ്മുടെ ഫെറി പോകുന്നത്. അപ്പോൾ ഇതിലൂടെ ചോദിച്ചു നോക്കാം. ഞാനിവിടെ ജൂ ടൗണിൽ വന്ന് ഇവിടെ ഇപ്പോൾ ജൂതന്മാരാരും ഇപ്പോൾ താമസിക്കുന്നുണ്ടല്ലോ. പണ്ടൊരു കാലത്ത് ഇതെല്ലാം ജൂതന്മാർ താമസിച്ച സ്ഥലങ്ങളാണ്. ഇപ്പോൾ എല്ലാം ഒരുപാട് ആൻറ്റിക് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പുകളും മൊത്തം. അത് ചെറിയൊരു അബദ്ധം പറ്റി കേട്ടോ. ഫോർട്ട് കൊച്ചിക്ക് മെട്രോ എടുക്കണ്ടായിരുന്നു, മട്ടാഞ്ചേരിക്ക് മെട്രോ ഉണ്ട്, എനിക്കറിയത്തില്ലായിരുന്നു. വാട്ടർ മെട്രോ ഉണ്ടായിരുന്നു, എനിക്കറിയത്തില്ലായിരുന്നു. ഇപ്പോഴാണ് കണ്ടത്. ഞാനവിടെ ചോദിച്ചില്ല ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന്. ഇപ്പോൾ തിരിച്ചു പോകുമ്പോഴത്തേക്കും നമുക്ക് ചോദിച്ചു ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് സോറി ഇവിടെ ഒരു വള്ളം ഇരിപ്പുണ്ട് ഇവിടെ. അതിനിപ്പോൾ തിരിച്ചു പോകുമ്പോഴത്തേക്കിന് ഇവിടുന്ന് മട്ടാഞ്ചേരിയിൽ നിന്ന് വാട്ടർ മെട്രോ എടുത്തിട്ട് അവിടുന്ന് നേരെ ഹൈക്കോടതി ജംഗ്ഷനിലോട്ട് പോകും. അപ്പോൾ ഇവിടുന്ന് റൈറ്റിലോട്ട് പോകുമ്പോഴാണ് സെനഗോഗ് ഉള്ളത്. അപ്പം സെനഗോഗ് ഒന്ന് കണ്ടിട്ട് വരാം, കയറാൻ പറ്റുന്ന തരത്തില്ല, നോക്കിയിട്ട് വരാം. സെനഗോഗ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എങ്ങോട്ടൊന്ന് പോകാം. ഇഷ്ടംപോലെ ഫോറിനേഴ്സില്ല വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തദ്ദേശീയമായിട്ട് ആൾക്കാർ വളരെ കുറവാണ്. കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുള്ളവരൊക്കെ. ഇത്ര വർഷങ്ങൾ പഴക്കമുള്ള ബിൽഡിങ്ങാണ് എല്ലാം ഇപ്പോഴും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത്. എൻ്റെ മുമ്പിൽ കാണുന്നതാണ് സെനഗോഗ്. ക്ലോസ്ഡാന്ന് തോന്നുന്നു കേട്ടോ, അറിയത്തില്ല. കൊച്ചിൻ സിനഗോഗ്. എൻട്രൻസ് ഫീ ഇന്ത്യൻ 50, ഫോറിനേഴ്സ് 100, സ്റ്റുഡൻസിന് യൂണിഫോം 20. അപ്പോൾ ആദ്യം ഇവിടെ കയറി ടിക്കറ്റ് എടുക്കാം 50 രൂപയ്ക്ക്. അപ്പോൾ ഞാൻ തന്നെ ഇവിടുന്ന് 50 രൂപ ടിക്കറ്റ് എടുത്തു. പിന്നെ ക്യാമറ, സ്റ്റാൻസ് ക്യാമറ, ഫ്ലാഷസ്, മൊബൈൽ ഫോൺ, ഫ്ലാഷസ്, അപ്പോൾ നമുക്കിവിടെ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനകത്ത് കയറി നമുക്ക് എടുക്കാൻ പറ്റും, പക്ഷേങ്കിൽ ഫ്ലാഷ് അടിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഞാനെന്നാലും ഇതിനകത്ത് അധികം ചരിത്രങ്ങളും കാര്യങ്ങളൊന്നും പറഞ്ഞ് ബോർഡിപ്പിക്കുന്നൊന്നുമില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. 1568 ഈ ഒരു സിനഗോഗ്, അതായത് പരദേശി സിനഗോഗ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്, ഇതിവിടെ സ്ഥാപിച്ചത്. ഏകദേശം 450 വർഷത്തോളം പഴക്കമുണ്ട് ഈ ഒരു സിനഗോഗിന്. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ഏറ്റവും പഴക്കം ചേർന്ന സിനഗോഗുകളിലൊന്നാണ് ഈ കാണുന്നത്. പിന്നെ അതുപോലെ ഇവിടുത്തെ ഫ്ലോർ ടൈലുകളുണ്ട്, അതായത് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഫ്ലോർ ടൈലുകളാണ്. ഏകദേശം ഒരു 100 എണ്ണത്തിന് മുകളിൽ ഉണ്ടെന്നാണ് കണക്ക്.
ആ ടൈലുകളിൽ കാണുന്ന ചിത്രങ്ങൾ എല്ലാം കൈകൊണ്ട് വരച്ചതാണ്. പിന്നെ മറ്റു പല സാധനങ്ങളും പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തൊട്ടപ്പുറത്തൊരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിലാണെങ്കിൽ രാജാവ് സമ്മാനിച്ച, അതായത് കൊച്ചി മഹാരാജാവ് സമ്മാനിച്ച ഒരു സ്വർണ്ണ കിരീടമൊക്കെ അവിടെ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി സിനഗോഗിനകത്ത് നിന്ന് ഇറങ്ങിയിട്ട് പുറത്തോട്ടിറങ്ങാം. അപ്പം ഈ കാണുന്ന മതിലിനപ്പുറത്തുള്ളത് ക്ഷേത്രവും കൊട്ടാരമൊക്കെയാണ്. എത്ര വർഷം പഴക്കമുള്ളൊരു സിനഗോഗാണ്. പിന്നെ മ്യൂസിയം ഉണ്ട് ഇവിടെ. മ്യൂസിയം കൂടെ കയറി കാണാം. എല്ലാം കൂടെ ചേർത്ത് 50 രൂപ പാസ് ഈടാക്കുന്നത്. ഇവിടെ ഇതാണ് മണിഗോപുരം. സമയം കൃത്യസമയമാണ്. ഇത് കാണിക്കുന്നത് 12:35. ശരിയാണ്, 12:35 ആയിട്ടുണ്ട്. അപ്പോൾ സിനഗോഗിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ പുറത്തിറങ്ങി. അപ്പോൾ ഈ കാണുന്നൊരു മണിഗോപുരമാണ്. ഈ മണിഗോപുരത്തിന് ഏകദേശം 45 അടിയോളം ഉയരമുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ കണ്ട വേറൊരു കാര്യം, ഇവിടെ വന്ന വിദേശികളിൽ ഭൂരിഭാഗം ആളുകളും പ്രായം ചെന്നവരാണ്. എനിക്കൊന്ന് അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ അവർ എൻജോയ് ചെയ്യാൻ തോന്നും. പിന്നെ അതുപോലെ നോർത്ത് ഇന്ത്യൻസും ഒരുപാട് ഇവിടെ കാണാൻ സാധിച്ചു. നമ്മുടെ തദ്ദേശീയരായിട്ടുള്ള നാട്ടുകാർ വളരെ കുറവാണ് കാണാൻ സാധിച്ചത്. അതിന് ഇടദിവസമായതുകൊണ്ടായിരിക്കാം, വീക്കെൻഡൊക്കെ ആകുമ്പോൾ നമ്മുടെ ആളുകൾ ഒരുപാട് ഇവിടെ എത്തപ്പെടുന്നുണ്ട്. ഏകദേശം 450 വർഷത്തോളം ചരിത്രങ്ങളൊക്കെ പറയുന്ന ജൂതത്തെരുവാണ് ഈ കാണുന്നത്. ഒരു കാലഘട്ടത്ത് ജൂതന്മാർ തിങ്ങി താമസിച്ച് അവരുടെ കച്ചവടങ്ങളും, ആ ജൂതന്മാരെ പറ്റി അറിയില്ല, അവർക്ക് ട്രേഡിംഗ് ആയിരുന്നല്ലോ അവരുടെ മെയിനൊരു ബിസിനസ് എന്ന് പറയുന്നത്. അങ്ങനെ നടന്ന സ്ഥലം ഇപ്പം ടൂറിസ്റ്റുകളൊക്കെ അകത്ത് കച്ചവട സ്ഥാപനങ്ങളാണ് മുഴുവനും. ആൻറ്റിക് സാധനങ്ങളും തുണികളും മറ്റ് വസ്തുക്കളൊക്കെ ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ഇവിടുന്ന് നടന്ന് പുറത്തോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ തൊട്ടപ്പുറത്താണ് നമ്മുടെ ഡച്ച് പാലസും പിന്നെ അതുപോലെ ക്ഷേത്രമൊക്കെ. ക്ഷേത്രത്താണായി പാർത്തിട്ടുണ്ട്. പിന്നെ കൊട്ടാരത്തിൻ്റെ കാഴ്ചകൾ കാണിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതിൽ നോക്കുന്നത് ഇട സൈഡാണെന്ന് തോന്നുന്നു ആ ക്ഷേത്രവും പിന്നെ ഒരു ഡച്ച് പാലസും ഉള്ളത്. നോക്കട്ടെ, അതുപോലെ കാണിച്ചിട്ട് ഇവിടുന്ന് വാട്ടർ മെട്രോ കയറിയിട്ട് പോകും. അപ്പം ഇതാണ് എൻട്രൻസ്. പഴയന്നൂർ ഭഗവതി ക്ഷേത്രം. ക്ഷേത്രം നടയിൽ പറഞ്ഞ് എനിക്ക് വരിക്കും. എൻ്റെ മുന്നിൽ കാണുന്നതാണ് ഡച്ച് പാലസ് എന്ന് കരുതുന്നു. ഇത് തന്നെയല്ലേ? അത് തന്നെ. ഈ കാണുന്നതാണ് പാലസ്. നമുക്ക് നോക്കാം. നമുക്ക് ആ സിനഗോഗത്തെ ഈ ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കാണാൻ പറ്റും. ആ ക്ഷേത്രനട അടഞ്ഞു കിടക്കുക. ഇവിടെയൊക്കെ തന്നെ പാസ് ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ആ പാസ്സുണ്ട്. എൻട്രി ഫീസ് എത്ര എഴുതിയൊക്കെ അറിയത്തില്ല. എൻട്രി ഫീസ് 5 രൂപ. ഇവിടെ വീഡിയോഗ്രാഫി ഒന്നും അനുവദിക്കുന്നില്ല. എന്നാലും ഞാൻ കെട്ടിറങ്ങിയിട്ട് കാണിക്കും. അപ്പോൾ ഞാൻ തന്നെ ഈ ഡച്ച് പാലസിൽ നിന്ന് കണ്ട പുറത്തിറങ്ങിയിട്ട് അകത്ത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഫോട്ടോ എടുക്കാം. 1-2 ഫോട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ. ഫോട്ടോ ഒക്കെ കാണാനൊക്കെ നേരിട്ടൊന്ന് കാണുന്നത് നല്ലത്. $5 ഉള്ളൂ അവിടെ പാസ് കേട്ടോ. 5 രൂപ. ഡച്ച് പാസ് കയറാൻ 5 രൂപ പാസ്. സിനിമ കയറാൻ 50 രൂപ. അപ്പോൾ ഇതാണ് ആ ദേവീക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശം പോകുന്നു. പിന്നെ ഫ്രണ്ട് വശം ഇവിടെ ഭഗവതി പാസ്. ഇത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കേട്ടോ. ഭഗവതി പാസ്. പക്ഷേ അപ്പോൾ ദേവീക്ഷേത്രം ആണ് ചോദിച്ചിരിക്കുന്നത്. അതെനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ ഈ ഡച്ച് പാലസ് ക്ഷേത്രം, അപ്പുറത്ത് സിനഗോഗ്.
ഒരുപാട് ആൻറ്റിക് സാധനങ്ങളൊക്കെ കിട്ടും, കരകൗശല വസ്തുക്കളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ആൻറ്റിക്കല്ല, കരകൗശല വസ്തുക്കളൊക്കെ താല്പര്യം വാങ്ങിക്കുക. ഇച്ചിരി എക്സ്പെൻസൊക്കെ വേണം അവിടെ. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണം. ചാനൽ എത്ര സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഫേസ്ബുക്കിൽ കൂടെ ആണെന്നെങ്കിൽ നിങ്ങൾ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇവിടെ നിന്ന് പുറത്തിറങ്ങി ഇനി ശലം വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചിട്ട് ഒരു ബോട്ട് പിടിച്ച് ഞാനിങ്ങനെ ഫോട്ടോ വെച്ചും പോട്ടെ ഹൈക്കോടതി ജംഗ്ഷനിലോട്ട് തിരിച്ചു പോകും. സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളവിടെ മൊത്തം ബോട്ട് കെട്ടി വിടാൻ തോന്നുന്നു. ഒരു വാട്ടർ മെട്രോ കിടപ്പുണ്ട്. അപ്പോൾ ഇതാണ് മട്ടാഞ്ചേരിയിലെ വാട്ടർ മെട്രോ സ്റ്റേഷൻ. അപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് വില്ലിംഗ്ടൺ ഐലൻഡിൽ നിന്ന് നേരെ ഹൈക്കോടതി ജംഗ്ഷനിലോട്ട്, അതായത് മറൈൻ ഡ്രൈവിലോട്ടാണ് സർവീസ്. ഈ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി വാട്ടർ മെട്രോ സർവീസ് ഇല്ല. അപ്പോൾ എനിക്ക് അതൊരു അവത്തുമായിപ്പോയി. ഞാൻ ഫോർട്ട് കൊച്ചി ഇവിടെ വാട്ടർ മെട്രോ ആണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ചോദിച്ചില്ല, അവത്തുമായിപ്പോയി. സാരമില്ല. അപ്പോൾ ഇതാണ് മട്ടാഞ്ചേരി വാട്ടർ മെട്രോ സ്റ്റേഷൻ എൻട്രൻസ്. ഈ ടിക്കറ്റ് എടുക്കാം. 40 രൂപ 50 രൂപ ആയിരിക്കും ടിക്കറ്റ് എടുക്കുന്നത്. ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് അപ്പോൾ ഈ കാണുന്ന ഷിപ്പുകളൊക്കെ ഇല്ലേ, ആ ഷിപ്പുകളൊക്കെ നമുക്ക് ഇരിക്കുന്നു നമ്മൾ കവരത്തിക്ക് പോകുന്നത്, ലക്ഷദ്വീപ് പോകുന്ന ഷിപ്പുകളാണ്. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ വില്ലിംഗ്ടൺ ഐലൻഡ്, അതുപോലെ കൊച്ചിൻ ഇൻ്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ അങ്ങ് അപ്പോൾ അപ്പുറമായി കാണുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലക്ഷദ്വീപിൽ പോകുന്ന കപ്പലുകളാണ്. അതെ തന്നെ MV ലഗൂൺസൊക്കെ നമുക്ക് അവിടെ പോകുന്നത്, നമുക്ക് ലക്ഷദ്വീപ് പോകുന്ന കപ്പലുകളാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് ഞാനിപ്പോൾ ഹൈക്കോർട്ട് ജംഗ്ഷനിലുള്ള വാട്ടർ മെട്രോ സ്റ്റേഷനിൽ വന്നു. ഇനിയിപ്പോൾ ഇറങ്ങി ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിൽ പോകണം. ട്രെയിന് വൈകുന്നേരത്തേക്കുള്ളൂ. വൈകിട്ടത്തേക്ക് തിരിച്ചു പോകണം. നല്ലതായിട്ട് ഉറക്കം വരുന്നുണ്ട്. കുറച്ച് നേരം മറയേണ്ട വരെയുള്ള പോയി ഇരുന്നിട്ട് ഫ്രീ ആയ ശേഷം പോകാം. ഇവിടെ DC ബുക്സിൻ്റെ മേള നടക്കുന്നുണ്ട് കേട്ടോ. ബുക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെ പുറത്തിറങ്ങി എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാം, വിശക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പോസ്റ്റ് ചെയ്യുക, നമ്മുടെ പേജിന് ഫോളോ ചെയ്യുക. മാത്രമല്ല നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക. എന്തെങ്കിലും തെറ്റോ കിട്ടുന്നതോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യുക. ഇതിനെപ്പറ്റി അറിയാവുന്ന ആളുകൾ അടുത്ത വീഡിയോ നോക്കാം.